ഇതിനുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഡെസേർട്ട് തപ്പി നടക്കുകയാണ് നിങ്ങൾ, എന്നാ പിന്നെ വേറൊന്നും നോക്കി പോവണ്ട കേട്ടോ. ഇതന്നെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അത്രക്കും അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ. ഇതൊരു ബൈറ്റ് എടുത്താൽ മതി, വായിലിട്ട് അലിഞ്ഞു പോകുന്നെല്ലാം പറയില്ലേ, അത്രക്കും ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിങ്ങനെ ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ. ഞാനിപ്പോ ഇത് നമ്മൾ ഏത് ട്രേ ആണോ എടുക്കുന്നത് അതിന്റെ വലുപ്പത്തിനനുസരിച്ച് ബ്രെഡിന്റെ ബ്രൗൺ ബാഗില്ലേ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ ബ്രെഡ് അല്ലെങ്കിൽ ടീ കേക്ക് ഇല്ലേ, കേക്ക് എടുത്താലും മതി, അതാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അതും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ ബ്രെഡ് ഫസ്റ്റിലത്തെ ലെയർ ഒന്ന് സെറ്റ് ചെയ്തിട്ട് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 250 ml കപ്പിൽ 4 കപ്പ് പാലാട്ടോ ഞാനിപ്പോ എടുത്തത്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ റെഡിയാക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ പറഞ്ഞതിന്റെ മെഷർമെന്റ് എല്ലാം കൂട്ടിയിട്ട് അളവ് കൂട്ടി എടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോ മധുരത്തിന് ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയും കൂടെ ബാലൻസ് ചെയ്തിട്ട് രണ്ടും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതാകുമ്പോ എന്താ പറയാ, നല്ല ടേസ്റ്റ് ഉണ്ടാകും. മിൽക്ക് മെയ്ഡ് മാത്രം ഇടുകയാണെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെയും ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതാ നല്ല പോലെ മിക്സ് ആക്കി കൊടുക്കാം. അതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം വാനില എസൻസ് ഇല്ലേ, അതും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതാ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ വേണ്ടത് നമുക്ക് ഇതേപോലെ കാരമലിന്റെ പുഡിങ്ങിന്റെ മിക്സ് ഉണ്ടാവൂലേ, അത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും കേട്ടോ. ഞാനിപ്പോ ഇവിടെ ലുലുന്നാണ് വാങ്ങിയത്, എല്ലായിടത്തും ഉണ്ടാകും ഇപ്പം. ഇതിലെ ഇതേപോലെ എന്താ പറയാ, അതിന്റെ മിക്സും അതിന്റെ സോസും ഉണ്ടാവും കേട്ടോ. കാരമൽ സോസ് നമുക്ക് വേണ്ട, അത് നമുക്ക് മാറ്റിക്കളയാം, അത് വേണ്ട കേട്ടോ ഇതിലേക്ക്. എന്നിട്ട് ആ പൗഡർ ഇല്ല അത് മാത്രം മതി കേട്ടോ. അത് ഇതിലേക്ക് നല്ല ടേസ്റ്റ് തന്നെ ആട്ടോ. ഈ കാരമലിന്റെ പുഡിംഗ് എല്ലാം എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവുമല്ലോ. അതാകുമ്പോൾ നമ്മൾ അധികം ഉണ്ടാക്കലുണ്ട് കാരമലിന്റെ പുഡിംഗ് തന്നെ, ബ്രെഡ് വെച്ചിട്ട് ബിസ്ക്കറ്റ് വെച്ചിട്ടൊക്കെ ട്രൈ ചെയ്തില്ലേ, അതേപോലെ അതിന്റെ മിക്സ് മാത്രം ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ആയി കൊടുക്കാം. ആ മിക്സിന് നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ. എന്നിട്ട് നല്ലപോലെ നമുക്ക് മിക്സ് ആയി കൊടുത്തിട്ട് ജസ്റ്റ് തിള വരുന്നവരെ, പാല് നേരത്തെ തിളച്ചതായതിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് തിളക്കുന്നവരെ നമുക്ക് ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ശ്രദ്ധിക്കണം, പാലും വെച്ച് എങ്ങോട്ട് പോർത് കേട്ടോ. അപ്പൊ ഇതൊന്ന് തിള വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒന്നുമില്ല, കുറഞ്ഞ സ്റ്റെപ്സ് തന്നെ ആയിട്ടുള്ളൂ, ഒരുപാട് പണികളായിട്ടൊന്നുമില്ല. ഇനിയിപ്പോ ഇതാ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബ്രെഡിന്റെ ഫസ്റ്റിലത്തെ ലെയർ ഉണ്ടല്ലോ, അതിലേക്ക് ഇത് നല്ലോണം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ബ്രെഡ് ഈ മിക്സിൽ കിടന്ന് നല്ലോണം സോഫ്റ്റ് ആവണം, അപ്പാണ് ഇതിന്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക കേട്ടോ. ആ ബ്രെഡ് എന്താ പറയാ, മിക്സിൽ ഇങ്ങനെ സോക്ക് ആയിട്ടുള്ള ബ്രെഡ് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. എന്നിട്ട് ഇത് നമുക്ക് സെക്കൻഡ് ലെയറും കൂടി ഞാൻ ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ എത്ര ലെയർ നമ്മൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ അത്രയും ലെയർ ചെയ്യാം കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ എടുക്കുന്ന ട്രേന്റെ വലിപ്പത്തിനനുസരിച്ച് മാറ്റം വരുള്ളൂ. ഞാനിപ്പോ 2 ലെയർ ആയിട്ടാട്ടോ ചെയ്തെടുത്തത്. എന്നിട്ട് ബാക്കിയുള്ള മിക്സും കൂടി ഇതിന്റെ മേലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ചെറിയ ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ബ്രെഡ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഫില്ല് ചെയ്തിട്ട് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ, ഗ്യാപ്പ് ഇല്ലാണ്ട്. എന്നിട്ട് ബാക്കിയുള്ളത് ആ ചൂടോടെ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ചൂട് തണിയാൻ നിൽക്കണ്ട, ആ ചൂടിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ നല്ല പോലെ ചൂട് പോയതിനു ശേഷം ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇതാ നല്ലോണം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ബ്രെഡ് ഇത് മിക്സി കിടന്ന് നല്ലോണം സോക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ നമുക്ക് ഒരു ബൗളിലേക്ക് ഫ്രഷ് ക്രീം ഇല്ലേ അത് എടുക്കുന്നുണ്ട്. ഞാനിപ്പോ ഈ അൽമറയുടെ ഫ്രഷ് ക്രീം എടുത്ത്, നോർമൽ ഫ്രഷ് ക്രീം ഏത് വേണമെങ്കിലും നമ്മളെ കൈമേൽ കിട്ടുന്നത് എടുക്കാം കേട്ടോ. ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കാം. ഈ 4 കപ്പ് പാലിന് ഈ 2 ഫ്രഷ് ക്രീം അത്രയും മതിയാവും ട്ടോ. ഞാനിപ്പോ എടുത്തൊരു ട്രേന്റെ വലുപ്പത്തിന്. ഇനിയിപ്പോ ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് മിൽക്ക് മെയ്ഡ് ഇല്ലേ, കണ്ടൻസ്ഡ് മിൽക്ക്, അതും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആദ്യം ഫ്രഷ് ക്രീമിന്റെ ആ കട്ടകളെല്ലാം ഒന്ന് അടച്ചെടുത്തിട്ട് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നത്, നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാം കേട്ടോ. വീണ്ടും നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. ഈ മിക്സിന് നല്ല ടേസ്റ്റ് ആയിട്ട് ഇത് മിക്സ് കഴിക്കാൻ. അപ്പൊ ഇത് നമ്മളെ ഈ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബ്രെഡ് ഇല്ലേ അതിന്റെ മേലെ ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോ ഇത് അതിന്റെ മേലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നമ്മളിപ്പോ ഇതിനൊക്കെ എന്തായാലും നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു മധുരം നമുക്ക് അത് മസ്റ്റ് ആണല്ലോ. എന്നാ പിന്നെ നമുക്ക് സിമ്പിൾ ആയിട്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ട് ഡെസേർട്ട് ഒക്കെ തപ്പി നടക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ എല്ലാവരും.
അപ്പൊ ഇതാ ഞാൻ മൊത്തം അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മിക്സും മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ മേലെ നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ ചെറുതായിട്ട് കട്ട് ചെയ്ത ബദാം ഇല്ലേ അതായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ കാരമൽ ആയിട്ടുള്ള നട്ട്സ് ഇല്ലേ, കാഷ്യൂ ബദാം ഒക്കെ അങ്ങനെയും ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യട്ടെ. അതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. അപ്പൊ ഇതാ ഞാൻ മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള അറേബ്യൻ ബ്രെഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. ഒരു ബൈറ്റ് കഴിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, അത്രക്കും സൂപ്പർ ആണ് കേട്ടോ. അപ്പൊ ഈ പെരുന്നാൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാൻ ആരും മറന്നു പോകരുത് കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പൊ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.